പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകത്തിലെ മംഗലാപുരത്തിനടുത്തുള്ള ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രമുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഏവർക്കും കടക്കാം. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ധർമ്മശാല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് മുമ്പിലാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10-50 വർഷം മുമ്പ് പണിതൊരു കവാടമാണ്. ഇതാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കവാടം കേട്ടോ. കവാടവും കടന്ന് ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. കവാടത്തിൻ്റെ അടുത്തു നിന്നും ഏകദേശം 200 മീറ്ററോളം ഉണ്ട് ക്ഷേത്രത്തിനടുത്തേക്ക്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം. ബോർഡ് കാണാം. ആ ബോർഡും കടന്ന് കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോഴാണ് ക്ഷേത്രത്തിലേക്കുള്ള പാത കാണുന്നത് കേട്ടോ. ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കർണാടകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒക്കെയാണ് ഇങ്ങോട്ട് കൂടുതലായും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. ദിവസം ഏകദേശം 15,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഏകദേശം 50,000 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിലെ ഭക്ഷണശാലയ്ക്ക് ഉണ്ട്. അത്രയധികം ജീവനക്കാരും ഒക്കെ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിലെ പുറത്തെ കാഴ്ചകളാണ് പ്രധാനമായും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികൾ എത്തിച്ചേരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ധർമ്മസ്ഥലയിലെ ഈ മഞ്ജുനാഥ ക്ഷേത്രം. ഇപ്പോൾ കാണാം നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശം ഏകദേശം ഇങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണുന്ന പരിസരം കേട്ടോ. ഈ കാണുന്നത് ക്ഷേത്രത്തിലെ രഥമാണ്. രഥോത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ഈ രഥത്തിൽ ഈ ക്ഷേത്രത്തിലെ ദേവൻ്റെ രൂപം വെച്ചുകൊണ്ട് വിശ്വാസികൾ വലിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു രഥമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ക്യൂ സിസ്റ്റത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് വളഞ്ഞും പുളഞ്ഞുമുള്ള 1-2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിലെ ദർശന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദർശന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ഇതുപോലുള്ള ഈ സ്റ്റീൽ അഴികൾക്കുള്ളിലൂടെ ലൈൻ നിന്നിട്ട് വേണം ഈ ദർശന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കേട്ടോ. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഇത് വളരെ ഉപകാരപ്പെടാറുണ്ട്. ഈ ധർമ്മ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടത് ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരം കേട്ടോ. മംഗലാപുരത്ത് നിന്നും 64 കിലോമീറ്ററാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്കുള്ളത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ അടുത്തൊരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യാണ്. അവിടുന്ന് ഏകദേശം 70 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ തന്നെ ഹസനിൽ നിന്ന് വരാം 150 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു പാർക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ പാർക്കിലേക്ക് കടന്നു ചെല്ലുകയാണ് കേട്ടോ. ഇത് ഈ ക്ഷേത്ര ഉടമസ്ഥയിൽ തന്നെയുള്ള ഒരു പാർക്കാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ പാർക്കിൽ വിശ്രമിക്കാനുള്ള സൗകര്യം
ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കേണ്ടതില്ല. വളരെ മനോഹരമായി പാർക്ക് സംരക്ഷിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കെട്ടിടം കാണാം. അതൊരു അക്വേറിയമാണ് കേട്ടോ. അപ്പോൾ അക്വേറിയത്തിലേക്ക് പ്രവേശിച്ചു. അക്വേറിയത്തിൽ മനോഹരമായ മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭക്തജനങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നീങ്ങുന്ന കാഴ്ചയാണ്. വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിരവധി മത്സ്യങ്ങളെ കാണാം. വലുതും ചെറുതുമായിട്ടുള്ള വളരെ ഭംഗിയുള്ള പല നിറത്തിലുള്ള മത്സ്യങ്ങൾ. ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇതുപോലെ തന്നെ നിരവധി സംരംഭങ്ങളുണ്ട് കേട്ടോ. ഈ ക്ഷേത്ര കമ്മിറ്റി ഏകദേശം ഇതുവരെ 25,000-ഓളം വിവാഹങ്ങൾ സൗജന്യമായി നടത്തി കൊടുത്തിട്ടുണ്ട്. വധുവരന്മാർക്ക് നടത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നിരവധി സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിലുണ്ട്. പരിസരത്ത് കണ്ട മറ്റൊരു കാഴ്ച ശിവൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ. പിന്നീട് വന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു മ്യൂസിയം പോലത്തെ സ്ഥലമാണ്. നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ പല സമയത്തായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന രഥങ്ങളുടെ ഒരു ശേഖരം അവിടെ പൊതുജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പല പ്രാവശ്യമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട, അതായത് ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലേക്ക് വന്ന സമയത്ത് പിന്നീട് മ്യൂസിയമാക്കി മാറ്റി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വിമാനമാണ്. ഒരു ചെറു വിമാനം അതേപടി ഇവിടെ കൊണ്ടുവന്നിട്ട് പൊതുജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വിമാനം കാണാത്ത ആളുകൾക്ക് അടുത്ത് വന്നിട്ട് കാണാം. ഇതെല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിൽ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങളുടെ ഒരു ശേഖരം, ലോറികളുടെ, പഴയകാലത്തെ ലോറികളുടെ ഒരു ശേഖരം. ഇവിടെ കാറിൻ്റെ വലിയൊരു മ്യൂസിയം അപ്പുറത്തുണ്ട് കേട്ടോ. പക്ഷേ അവിടേക്ക് ക്യാമറ ഒരു വിധത്തിലും അനുവദിക്കാത്തതുകൊണ്ട് അത് എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പഴയ ഡബിൾ ഡെക്കർ ബസ്, പഴയകാലത്തെ ലോറികൾ, പിന്നെ ഒരു ബുൾഡോസർ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ കാണുന്നത് വിമാനം പറക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വിമാനം കേട്ടോ. പരിശീലന പറക്കലിന് ഉപയോഗിക്കുന്ന ഒരു വിമാനം, പഴയൊരു വിമാനം ഇവിടെ അതേപടി സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ സൂക്ഷിക്കുന്നു, ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി കേട്ടോ. ഈ കാഴ്ച എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഗോശാലയാണ്. ഗോശാലയുടെ നൂറുകണക്കിന് പശുക്കൾ, മാടുകളെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കാഴ്ച. ഗോക്കൾ എല്ലാം തന്നെ ഇവിടെ കാണാൻ കിട്ടാം. ഇത് ഈ ക്ഷേത്ര സമീപത്തുള്ള KSRTCയുടെ ഒരു ബസ് സ്റ്റാൻഡാണ്. നിരവധി സ്ഥലങ്ങളിലേക്ക് ഈ ഭാഗത്തുനിന്ന് ബസ്സുണ്ട്. ബാംഗ്ലൂർക്കും മംഗലാപുരത്തും പുള്ളിയ, അങ്ങനെ പല സ്ഥലത്തേക്കും. ഇതൊരു ദിശാ ബോർഡാണ്. അവിടെ കാണുന്ന ഈ ധർമ്മസ്ഥലത്തു നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് മംഗലാപുരത്തിനും ബാംഗ്ലൂരിനും ഇടയ്ക്കുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ആ പാതയിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ക്ഷേത്രമാണ് ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ മഞ്ജുനാഥ ക്ഷേത്രം. ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.